സ്ട്രീറ്റ് ഫുഡിൽ ഏറ്റവും പോപ്പുലറായിട്ട് അന്നും ഇന്നും ഒരുപോലെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പാനിപൂരിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പാനിപൂരി ഓരോ തവണ വാങ്ങിക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരുതരം അഡിക്ഷൻ പോലെയാണ് അല്ലേ. അപ്പോൾ അതേ രീതിയിൽ അതേ പെർഫെക്റ്റ് രുചിയിൽ എങ്ങനെയാണ് ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യമേ ഇതിലോട്ടുള്ള പൂരിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ചെറുതായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി ഫൈൻ പൗഡറായിട്ടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് തയ്യാറാക്കിയെടുത്താൽ മതി. അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ കൂടി കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്ന ആ ഒരു പാകമുണ്ടല്ലോ, ആ ഒരു പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള പാനി തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഇതിലോട്ടേക്കുള്ള തീക്ക പാനി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഇതിൻ്റെ നേർപകുതി അളവിൽ പുതിനയില, ഒരു കൈപ്പിടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേർപകുതി പുതിനയില ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പുളി കുതിർത്തി എടുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ. ഇനി ഇതിനകത്തോട്ടുള്ള പ്രധാന ചേരുവ, ഈ പാനിപൂരിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചാട്ട് മസാല പൗഡറാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ചാട്ട് മസാല ഏകദേശം 1 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ നമ്മൾ ഈ ഒരു കൂട്ടിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ജീരകം അഥവാ നമ്മുടെ കറി ജീരകം പൊടിച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് കായത്തിൻ്റെ പൊടി ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ഒരു 2-3 പിഞ്ച് മാത്രം ചേർക്കുക. അതുപോലെ തന്നെ ചുക്കുപൊടി, അത് രണ്ടും ഒരു 2 പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും അതുപോലെ തന്നെ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിരിക്കുന്ന മിക്സ് ഒരു ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മിക്സിയിനകത്തോട്ടേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഈ ഒരു കൂട്ടിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഉണ്ടാകുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എരിവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു സമയത്ത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ട് വേറൊരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തീക്ക പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അല്ലേ. ഇനി ഇതിലോട്ടുള്ള മീഠ പാനിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പോളം പുളിയും ഒരു 2 ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് വെള്ളമാണ്. അതായത് 1 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 240 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റാണ്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്നുകിൽ തവിയോ അതല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ഒന്ന് കുത്തി ഉടച്ച് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പാകത്തിന് ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു 2 നുള്ള് വലിയ ജീരകം അഥവാ പെരും ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിനകത്തോട്ടേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ തന്നെയാണ് കറി ജീരകത്തിൻ്റെ പൊടി. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല പൗഡറും ഒരു 2 നുള്ള് അളവിൽ കായത്തിൻ്റെ പൊടി, അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യാനുസരണമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അറ്റ്ലീസ്റ്റ് 1 മിനിറ്റെങ്കിലും ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അതായത് പൊടികളൊക്കെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 1 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മറ്റേ പാനി നമ്മൾ അരിച്ചെടുത്തല്ലോ, അതേ രീതിയിൽ ഇതും ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിനകത്താക്കിയിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. 2 പാനിയും തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്തത് ഇതിനകത്തുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്, ഒറ്റ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്തോട്ടേക്ക് നമ്മൾ ഇനി സവാള അരിഞ്ഞത് വളരെ കുറഞ്ഞു അത് മതി, ഒരു 2 ടേബിൾ സ്പൂൺ അളവിലൊക്കെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചാട്ട് മസാല പൗഡർ,
ആവശ്യാനുസരണമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളക്കടലക്ക് പകരം നിങ്ങൾക്ക് കറുത്ത കടല വേണമെങ്കിൽ ഉപയോഗിക്കാം, ഗ്രീൻ പീസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബൂന്തിയായിട്ട് അങ്ങനെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർന്ന് വരുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മസാലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്തോട്ടേക്കുള്ള പൊട്ടറ്റോൻ്റെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് കറക്റ്റ് അരമണിക്കൂറിന് ശേഷം ഒരു 5 മിനിറ്റ് വീണ്ടും നമ്മളൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ചെറിയ സൈസിൽ വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് വളരെ കുട്ടി കുട്ടി പൂരിയായിട്ടല്ലേ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ സൈസിൽ വേണം റോൾ ചെയ്തെടുക്കാൻ. അതുപോലെ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് പൊടിയൊന്നും വെതറിയിട്ടല്ല പരത്തിയെടുക്കുന്നത്. ഇതിന് അത്യാവശ്യം എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ കഴിയും. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ പൂരി ഒരിക്കലും ഒത്തിരി അങ്ങ് കനം കുറഞ്ഞിട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. ഇനി ഒരു പാത്രത്തിനകത്ത് ആവശ്യാനുസരണം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. ഒത്തിരി പൂരി നിങ്ങൾക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഒന്ന് മാത്രം ഇട്ടിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരത്തിയെടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഒത്തിരി കനം കുറഞ്ഞിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പൂരി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പൊങ്ങി കിട്ടില്ല. ഇത് നല്ലതുപോലെ പൊങ്ങി കിട്ടിയാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പാനിപ്പൂരിയുടെ ആ ഒരു ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കാര്യം പരത്തിയെടുക്കുന്ന സമയത്ത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളർ മാറി ഏകദേശം ആ ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമല്ലോ, ആ ഒരു കളറിൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ വലിയ കടായി വെച്ച് ചെയ്യുകയാണെങ്കിൽ 6-7 എണ്ണൊക്കെ ഒരേ സമയത്ത് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാകുക. അപ്പോൾ ഇതിനകത്തോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പാനിപൂരി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് എത്രത്തോളം നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ളതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫില്ല് ചെയ്തെടുക്കാം അല്ലേ, പാനിപൂരി സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നടുവിലായിട്ട് ഇതുപോലെ പൊട്ടിച്ച് കൊടുത്തിട്ട് ഒരു ഹോള് പോലെ തയ്യാറാക്കിയെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ മിക്ക വീഡിയോസിനകത്തും കണ്ടിട്ടുണ്ടാകും, സ്ട്രീറ്റ് ഫുഡൊക്കെ അവരെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ പൊട്ടറ്റോ ഫില്ലിങ് ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു ചെറിയ സ്പൂൺ വെച്ച് കൊടുക്കാനുള്ളതേ ഉണ്ടാകുള്ളൂ. ഇനി നമ്മുടെ ആ ഒരു 2 പാനിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് അത്യാവശ്യം നല്ല എരിവുള്ള പാനിയാണെങ്കിൽ ഒന്ന് കുറച്ച് മധുരവും പുളിയും എരിവും ഒക്കെ കൂടിയുള്ളതാണ്. ഈ 2 പാനിയാണ് ശരിക്കും പാനിപൂരിയുടെ ആ ഒരു ശരിക്കുള്ള ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 പാനിയിലും നമ്മൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ആ ചേരുവകളെല്ലാം കൃത്യമായിട്ട് അതേ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ പുറത്തുനിന്ന് സ്ട്രീറ്റ് ഫുഡ് നമ്മൾ സാധാരണ വാങ്ങിച്ച് കഴിക്കുന്ന പാനിപൂരി അതേ രുചിയിൽ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.